സൗമ്യ വധക്കേസിൽ സുപ്രീം കോടതി ഇന്ന് അന്തിമ വിധി പറയും. വധശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗോവിന്ദചാമി നൽകിയ ഹർജിയിലാണ് വിധി പറയുക. സൗമ്യയെ ഗോവിന്ദചാമി കൊലപ്പെടുത്തിയതിന് വ്യക്തമായ തെളിവുകൾ വേണമെന്നായിരുന്നു സുപ്രീം കോടതി വാദം പൂർത്തിയായ ദിവസം വ്യക്തമാക്കിയിരുന്നത്. മറ്റു വിവരങ്ങൾ കൂടി നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി KT സ്വാലിഹ് ഇപ്പോൾ സൗമ്യയുടെ വീട്ടിലാണുള്ളത്. പാലക്കാട് ജില്ലയിലെ കാരക്കാടാണ് സൗമ്യയുടെ വീട്ടിൽ നിന്ന് സ്വാലി ചേരുന്നു. സ്വാലി, ഈ വിധി പ്രതികൂലമാകുമോ എന്ന വലിയ ആശങ്കയും ഉത്കണ്ഠയും ഒക്കെ നിലവിൽ നിൽക്കുന്നുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ നിയമവൃത്തങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു കേസിലെ സുപ്രീം കോടതിയുടെ വിധി എന്താവുമെന്ന വളരെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. അതുപോലെ തന്നെ സൗമ്യയുടെ വീട്ടിലും സൗമ്യയുടെ അമ്മയെല്ലാം വളരെ ആകാംക്ഷയോടുകൂടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. വീണ്ടും നീതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന പ്രാർത്ഥനയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത്. സൗമ്യയുടെ അമ്മ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുള്ള ഈ വിധി നിങ്ങൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? സുപ്രീം കോടതിയിൽ നിന്ന് എനിക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ പരിപൂർണ വിശ്വാസം എനിക്ക് ഉണ്ട്. അങ്ങനെ ഒരു പിഴവെന്തേ പറ്റിയെന്ന് എനിക്കറിയില്ല. ഈ കേസ് ഇപ്പം കുറച്ച് ദിവസം മുന്നേ ഇപ്പോൾ ഇങ്ങനൊരു വിധി വന്നത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഇപ്പോഴും എനിക്ക് പരിപൂർണ വിശ്വാസം ഇന്നത്തെ വിധി എനിക്ക് തന്നെ അനുകൂലമാവുമെന്നാണ്. കാരണം അവനെപ്പോലെ ഗോവിന്ദചാമിയെ പോലുള്ള ഒരാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇനിയും അനവധി സൗമ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ടാവും. അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഗോവിന്ദചാമിയെ പോലുള്ള ആളെ തൂക്കിക്കൊല്ലാൻ തന്നെ വിധിച്ചാൽ തന്നെയാണ്. തൂക്കിക്കൊല്ലം വിധിക്കില്ല, തൂക്കിക്കൊന്നെങ്കിലാണ് ഇങ്ങനൊരു പീഡനങ്ങൾ ഉണ്ടാവാതിരിക്കാൻ. നമുക്കറിയാം, തൃശ്ശൂർ അതിവേഗ കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുന്നു. ഹൈക്കോടതിയിലും അങ്ങനെ തന്നെ ഒരു വിധി ഉണ്ടാകുന്നു. സുപ്രീം കോടതിയിലെത്തുമ്പോൾ ഇത് കൊലപാതകമാണെന്നതിന് തെളിവില്ല എന്ന് വരെ കോടതിയുടെ നിരീക്ഷണം വരുന്നു. ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും എങ്ങനെയാണ് നമ്മുടെ തൃശ്ശൂർ കീഴ്ക്കോടതിയിൽ നിന്ന് ഈ കേസ് അത് പറയാനുള്ളത്, നമ്മുടെ ഈ കേസ് അന്വേഷിച്ച സാർമാർ വളരെ ഭംഗിയായിട്ടാണ് ഈ കേസിനെ അന്വേഷിച്ച് ഈ നിലപാടിൽ അത് എത്തിച്ച് ഈ കേസ് പഠിച്ച് കീഴ്ക്കോടതിയിലെ വാദം പറഞ്ഞ സുരേഷ് വക്കീൽ ഏറ്റവും ഭംഗിയായിട്ട് തന്നെയാണ് ആ കേസിനെ കൊണ്ടുവന്നിട്ട് തന്നെയാണ് അവന് വിധി തൃശ്ശൂർ കീഴ്ക്കോടതി ചെയ്തത്. അതേപോലെ തന്നെ അത് ഹൈക്കോടതി പോയി. ഹൈക്കോടതിയിൽ നിന്നും അതുപോലെ തന്നെ അത് വളരെ ഭംഗിയായിട്ട് തന്നെ അവർ ആ കേസ് ബാധിച്ചു വന്നു. ഹൈക്കോടതിയിൽ വെച്ചിട്ട് ജഡ്ജി പറഞ്ഞു, എനിക്ക് സംഭവസ്ഥലം നോക്കണം എന്ന് പറഞ്ഞു, എന്നാലേ എനിക്ക് അതിൻ്റെ ഇത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ ഈ മുകളിൽ കേസ് അന്വേഷിച്ച സാറുമാരെ ഈ സംഭവ സ്ഥലം തന്നെ എൻ്റെ ഈ സാറുമാരും വക്കീലും ഈ സംഭവ സ്ഥലം തന്നെ ഹൈക്കോടതിയിൽ എത്തിച്ച ആളാണ് അവർ. അവിടുന്ന് ഇത്രയും വലിയൊരു നല്ല വിധിയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, അവന് തൂക്കുകയറ് തന്നെ. പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ഇതെന്താ ഇങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ, ഒന്നില്ലെങ്കിൽ ആ വക്കീൽ ഇത് പഠിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ഈ വക്കീൽ അത് പഠിച്ചിട്ടില്ല. അത് കാരണം ഈ കേസിൻ്റെ ഒന്നും അറിയാതെയാണ് ഈ വക്കീൽ ആ നീതിപീഠത്തിൻ്റെ മുമ്പ് ചെന്നതും സൗമ്യയുടെ കേസിൻ്റെ തെളിവ് എന്തേ ചോദിച്ചപ്പം അത് തലകുനിച്ച് നിൽക്കാനുള്ള കാരണം അവിടെ നിന്ന് വേർത്തതും കാരണം ഇത് തന്നെയാണ് എന്നാണ് എൻ്റെ എപ്പോഴത്തും വിശ്വാസം. എങ്കിലും സുപ്രീം കോടതിയിലെ നീതിപീഠം എന്നെ കൈവിടില്ല. സത്യത്തിൻ്റെ രീതിയിൽ തന്നെ തെളിയും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടെ തന്നെ. ഈ 2011 ഫെബ്രുവരി 1-ാം തീയതി തൊട്ടിട്ട് ഉറങ്ങിയിട്ടില്ല, എല്ലാ ദിവസവും കരയാറുണ്ട് എന്നാണ് സാധാരണ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. വീണ്ടും അങ്ങനെ മനസ്സിലാക്കണില്ല, അത് തന്നെയാണ് എൻ്റെ സത്യവും. 2011 ഈ സംഭവം അന്ന് രാത്രി തുടങ്ങി ഇന്നേ വരെ കാഴ്ചക്കാർക്ക് നമ്മളെന്തോ, പക്ഷെ നമ്മളുടെ ഉള്ളിലുള്ള വേദന ഒരിക്കലും അത് തീരാത്തതാണ്. ആ വേദന തീരണമെങ്കിൽ ഗോവിന്ദചാമി എന്ന് പറഞ്ഞൊരു ആളുണ്ട്, അവനെ എന്ന് തൂക്കിക്കൊല്ലുന്നോ അന്നാണ് ഇതിനൊരു അവസാനം ഉണ്ടാവുള്ളൂ. എത്രയും വേഗം ഗോവിന്ദചാമിയെ തൂക്കിക്കൊല്ലാനുള്ളൊരു നിയമം നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടാവണമെന്നാണ്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം വന്നതിന് ശേഷം വീണ്ടും വലിയ വിഷമത്തിലായിരുന്നു. ഇപ്പോൾ ഒരു പ്രതീക്ഷ നിൽക്കുന്നത് എന്താണ്? ഇപ്പോൾ ഉള്ള ഒരു പ്രതീക്ഷ എന്താണ് ഇപ്പോൾ? കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഇത് വന്നത് ഞാൻ അറിയാത്തൊരു സംഭവമാണ്. അന്ന് ആ വാർത്ത കേൾക്കുമ്പോഴാണ് ഞാൻ ഈ സംഭവം ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ളത് അറിയണത്. പക്ഷെ അതറിഞ്ഞപ്പം നമ്മളാകെ തളർന്നു പോവുകയാണ് ചെയ്തത്. കാരണം ഒരു വാക്ക് നമ്മൾ അറിഞ്ഞതുമില്ല, ഒന്നുമില്ല. ഇത് പെട്ടെന്ന് ഈ TV യിൽ ഇത് കണ്ടപ്പോൾ ആകെ തളർന്നു പോയി എന്നുള്ളതാണ് അതിൻ്റെത്. ഇപ്പം ഇങ്ങനെ അത് ഞാൻ എപ്പോഴും വീണ്ടും പറയണു, ആ വക്കീലത് ഒന്നും അറിയാതെ ഒന്നും പഠിക്കാതെയാണ് ആ വക്കീൽ അവിടെ ചെന്നിട്ട് നിന്നത്. അല്ല അത് ഈ സുപ്രീം കോടതിയിൽ ഈ കേസ് പോയ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഈ കേസ് അന്വേഷിച്ച സാറുമാരും ഈ കേസ്
കീഴ്ക്കോടതി നിന്ന് മുതൽ ഹൈക്കോടതി വരെ എത്തിച്ച വക്കീലിനെയും തന്നെ വേണം സുപ്രീം കോടതിയിൽ നിയമിക്കാൻ എന്നെങ്കിൽ തന്നെയാണ് ഈ കേസ് അത്രയും പഠിച്ചിട്ടുള്ളത് അവരാണ്. ആ കേസിനെ കുറിച്ച് എന്ത് തെളിവില്ലാത്തത്, എന്ത് തെളിവില്ല എന്നാണ് പറയുന്നത്? ഇത്രയും വലിയ വലിയ തെളിവുകൾ ഉണ്ടായിട്ടാണോ തെളിവില്ല എന്ന് പറയണത്? തെളിവുകളുണ്ട്. എൻ്റെ ഈ വക്കീലിനെ തന്നെ അവിടെ നിയമിക്കാനുള്ളൊരു വഴി വേണേനും ഈ കേസിന് തെളിവ് നല്ല പോലെ ഈ കേസിന് തെളിവുണ്ടേനും എല്ലാ തെളിവുകളും നമുക്ക് അനുകൂലമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അരുൺ, വളരെ പ്രാർത്ഥനയോടെ വിഷമത്തോടെ തന്നെയാണ് കാത്തിരിക്കുന്നത്. കേരളം മൊത്തം ആകെ കാത്തിരിക്കുന്ന ഒരു വിധിക്ക് വേണ്ടി ഇപ്പോൾ വളരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ വിധി ഉണ്ടാവും. അത് കേരളത്തിനും സൗമ്യയുടെ അമ്മയ്ക്കും ഏറെ ആശ്വാസകരമായ ഒരു വിധിയായിരിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഇപ്പോഴും കാത്തിരിക്കുന്നത്. അരുൺ.